ഹായ് ഗായ്സ്, ഇത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്റെ ചേച്ചിയാണ് കേട്ടോ. ആള് 2.5 വർഷത്തോളം ദുബായിലായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്നതാണ് ആ ചേച്ചിയുടെ അനിയൻ. ആള് ദുബായിൽ തന്നെയായിരുന്നു കേട്ടോ, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വിഷുവൊക്കെ ആദ്യത്തെ പടക്കം ഏട്ടൻ തന്നെ പൊട്ടിച്ചോന്ന് പറഞ്ഞാൽ പടക്കം അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ പടക്കം നമ്മുടെ ഏട്ടനായ അപ്പോട്ടം പൊട്ടിച്ചതോടുകൂടി രണ്ടാമത്തെ പടക്കം ഞാനും പൊട്ടിച്ചു. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ ഏട്ടനും ചേച്ചിക്ക് വീട്ടിലോട്ട് പോകാൻ സമയം അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവരെ യാത്ര. പിന്നെ അടുത്ത ദിവസം രാവിലെ എല്ലാവരും വിഷുക്കണി കണ്ടിട്ട് എണീക്കുന്ന പോലെ ഞാൻ ഈ വിഷുക്കണി കണ്ടിട്ടാണ് എണീ. വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പടക്കം പൊട്ടിക്കണം എന്നാണല്ലോ. പടക്കം ഇവിടെ അടുത്തൊന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞോന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചെയ്തത് കണ്ടോ. എങ്ങനെ ഇരിക്കണ്. കത്തിക്കലും പൊട്ടിക്കലും ഒക്കെ കൂടെ ഒരുമിച്ചായപ്പോൾ എല്ലാ പടക്കവും പെട്ടെന്ന് തീർന്ന സങ്കടത്തിന് ഞാൻ പടക്കം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് നേരെ കടകൾ തപ്പിയിട്ട് ഇറങ്ങിയതാണ് പുലർച്ചെ സമയത്ത്. അപ്പോഴുണ്ട് നമ്മുടെ ബസ് ദേ നിൽക്കണം. പടക്കക്കട എവിടെയും തുറന്നിട്ടില്ല 5:30-ക്ക്. ഇന്നലെ കുറെ പയ്യന്മാർ പടക്കം വേണോ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാണ്, മിണ്ടാതെ വാങ്ങിച്ചാൽ മതി. ഒരു പമ്പിൽ കയറിയിട്ട് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് ആൾക്കൊരു ഹാപ്പി വിഷു കൊടുത്തിട്ട് ബായ് പറഞ്ഞിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് വന്നു. എന്നാലും എന്റെ സോമ ആ കടയൊന്നും തുറന്നു വെച്ചൂടാ, ആയിരിക്കും ഇങ്ങനെ രാവിലെ നേരത്തെ അല്ലേ. എല്ലാരും വിഷു ആഘോഷിക്കുമ്പോൾ അവിടെ കട തുറന്ന് വെക്കല്ലേ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഉറക്കം ഉറങ്ങിയിട്ട് എണീച്ചപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. അതുകൊണ്ട് അമ്പലത്തിലൊന്നും പോയില്ല. വിഷു ദിവസം ആയതുകൊണ്ട് ഈ വിഷുക്കഞ്ഞി കേട്ടോ രാവിലെ കഴിച്ചത്. അങ്ങനെ വിഷു എല്ലാം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ചിക്കൻ വെക്കണം എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത്ര ഐതിഹ്യം കാര്യങ്ങളൊക്കെ. അങ്ങനെ അതോടുകൂടി വിഷുവിന്റെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ബൈ ബൈ.